ഹലോ, വെൽക്കം ടു മറീൻസ് വ്ലോഗ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാലക്കറിയാണ്. നല്ല ടേസ്റ്റുള്ള മസാലക്കറിയാണ്. നമുക്ക് ചോറിനോ ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു മസാലക്കറിയാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഇടിച്ചക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടല വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. പുട്ടിന് ഉപയോഗിക്കുന്ന കടലക്കറി ഉപയോഗിക്കുന്ന കടലയോ അല്ലെങ്കിൽ വെള്ളക്കടലയോ ഉപയോഗിക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും അതുപോലെ ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ബേ ലീഫ്, അതുപോലെ കറുവപ്പട്ട, ഏലക്ക, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, അതുപോലെ ഗ്രാമ്പൂ ഇവയൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഉള്ളി, ഒരു വലിയ അത്യാവശ്യം വലുപ്പമുള്ള വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വലിയുള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, ഒരു 2 തക്കാളി ചേർക്കുന്നുണ്ട്. രണ്ട് പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ മല്ലിപ്പൊടി, അതുപോലെ ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി, അതുപോലെ മീറ്റ് മസാല ചേർക്കുന്നുണ്ട്. ഞാൻ ഈസ്റ്റേണിൻ്റെയാണ് യൂഷ്വലി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ഇത് 2 ഉരുളക്കിഴങ്ങ് അത്യാവശ്യം വലിപ്പത്തിൽ കട്ട് ചെയ്തതാണ്. അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞതാണ്. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക കടലക്കൂട്ടിലേക്ക് ഈ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കിയ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ മസാല, ഉള്ളിയും തക്കാളിയും അതുപോലെ മസാലകളും ഇട്ടിട്ടുള്ള ആ കൂട്ടുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊരു 2 വിസിൽ കൂടി അടിച്ച് വേവിച്ചെടുക്കുക. മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിടിച്ചൊക്കെയുള്ള സീസണാണല്ലോ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.